ഗവർണർ വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് മരിച്ച ആനയുടെ ചവിട്ടേറ്റു മരിച്ച അജീഷിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗവർണർ വയനാട്ടിലെത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് ഗവർണർ വയനാട്ടിലെത്തിയത്. അജീഷിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഗവർണർ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. ഇപ്പോൾ ഗവർണർ കൂടി വയനാട്ടിലെത്തിയിട്ടുണ്ട്. ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ മറ്റ് ഒട്ടേറെ വ്യക്തികൾ കൂടി ഗവർണർ സന്ദർശിക്കുന്ന അജീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവരും ഇപ്പോൾ അജീഷിൻ്റെ വീട്ടിലുണ്ട്. അജീഷിൻ്റെ വീട്ടിൽ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ന് പുലർച്ചെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട് സന്ദർശിക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ വയനാട്ടിൽ ആനയുടെ ചവിട്ടേറ്റു മരിച്ച അജീഷിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ശ്രദ്ധേയമായ കാര്യം, സംസ്ഥാനത്ത് ഒരു മന്ത്രിയും ഇതുവരെയും അജീഷിൻ്റെ വീട്ടിലേക്ക് എത്താത്ത സാഹചര്യത്തിലാണ് ഗവർണർ അജീഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്നതാണ്. ദീപക് കൂടിച്ചിരുന്നു. ദീപക്, വനംവകുപ്പ് മന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഇതേവരെ അജീഷിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഗവർണർ ഈ അജീഷിൻ്റെ വീട് സന്ദർശിച്ചിരിക്കുന്നത്. എന്താണ് കുടുംബാംഗങ്ങൾ ഈ ഗവർണറോട് പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ? അരുൺ, അല്പസമയം മുൻപാണ് ഗവർണർ ഈ അജീഷിന്റെ പറമലയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ മന്ത്രിമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ മുതിർന്ന ആളുകളൊന്നും തന്നെ ഇതുവരെ ഈ വീട്ടിലേക്ക് എത്താത്ത സാഹചര്യമുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവർണർ ഇത്തരത്തിൽ സാധാരണ അന്ത്യം സംഭവിച്ച അജീഷിന്റെയും ഒപ്പം തന്നെ പ്രജീഷിന്റെയും പോളിന്റെയും ഒക്കെ വീട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇവിടെയുള്ള പ്രശ്നങ്ങൾ വീട്ടുകാർ അദ്ദേഹത്തോട് വിശദീകരിക്കുന്നുണ്ട്. വന്യമൃഗശല്യത്തിന്റെ രൂക്ഷത എത്രത്തോളമാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇനി ഈ അജീഷിന്റെ വീട്ടിലെ പറമലയിലെ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അടുത്തതായി പാക്കത്തേക്കാണ് പോകുന്നത്. പാക്കത്ത് പോളിന്റെ മരണം കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചിട്ടുള്ളത്. അജീഷിന്റെ മരണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ആ ഒരു ദാരുണമായ സംഭവം കൂടി നടന്നതിന് ശേഷമാണ് വയനാട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം ഒരു സമാശ്വാസം എന്നുള്ള നിലയിൽ തന്നെയാണ് പൊതുവെ ആളുകൾ നോക്കിക്കാണുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രീയമായി തന്നെ ചില നിലപാടുകളൊക്കെ പറയാറുള്ള ആൾ കൂടിയാണ് ഗവർണർ എന്നുള്ളതാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ബിഷപ്പുമായി കൂടിക്കാഴ്ചയുണ്ട്. മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പെരുമാരവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് കൃത്യമായി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. നിലവിലെ സന്ദർശനം എന്ന് പറയുന്നത് ഈ എല്ലാ വീടുകളും സന്ദർശിച്ച് അവരുടെ ഒറ്റവരെ നഷ്ടപ്പെട്ടവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യമായി അദ്ദേഹം കാണുന്നത്. ഇന്ന് 9 മണിയോടുകൂടി തന്നെ മാനന്തവാടി ഫോറസ്റ്റ് ഐബിയിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് 9:30യോടുകൂടി തന്നെ അദ്ദേഹം ആദ്യ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് പാക്കത്തേക്ക്. അത് കഴിഞ്ഞാൽ മൂടക്കുലിയിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കടുവ കൊലപ്പെടുത്തിയ പ്രജീഷിന്റെ വീട് കൂടി അദ്ദേഹം സന്ദർശിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ആനയുടെ ചവിട്ടേറ്റു മരിച്ച അജീഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ അജീഷിന്റെ മകളുമായി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. അല്പസമയത്തിനുള്ളിൽ അജീഷിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നറിയുന്നു. സംസ്ഥാനത്തെ മന്ത്രിമാർ ഇതുവരെയും ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയോ പരിക്കേറ്റവരുടെയോ വീടുകളിൽ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ഘട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിൽ ആനയുടെ ചവിട്ടേറ്റു മരിച്ച അജീഷിന്റെ കുടുംബത്തിലെത്തി കുടുംബത്തെ സമാശ്വസിപ്പിക്കുന്നത്.